കേരള സർക്കാരിന് കീഴിലെ ഏറ്റവും പിടിപ്പുകെട്ട വകുപ്പ് ഏത് എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ജനങ്ങൾ ഉത്തരം പറയുന്നത് ആരോഗ്യ വകുപ്പ് എന്നായിരിക്കും. കാരണം തുടരെ വീഴ്ചകളാണ് ഈ വകുപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊരു മന്ത്രിയുണ്ട്, ആ മന്ത്രിയുടെ തള്ളിന് യാതൊരു കുറവുമില്ല. എന്തു പറഞ്ഞാലും തള്ളാൻ ആ മന്ത്രിയെ കഴിഞ്ഞിട്ടേ മറ്റൊരാളുള്ളൂ. ഈ വകുപ്പിൽ ജനങ്ങളിപ്പോൾ ചോദിക്കുന്നത് ഈ ആരോഗ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിടാൻ മാത്രമായിട്ട് നമുക്കൊരു ആരോഗ്യമന്ത്രിയെ വേണോ എന്നാണ്. എന്ത് സംഭവം ഉണ്ടായാലും അവരുടനെ അന്വേഷണത്തിന് ഉത്തരവിടും. നമുക്കറിയാം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ല എന്ന് പറഞ്ഞതിനൊരു ഡോക്ടർ, സത്യം തുറന്നു പറഞ്ഞതിനൊരു ഡോക്ടർ നേരിട്ട കൊടിയ പീഡനം നമ്മൾ കണ്ടതാണ്. വകുപ്പ് തലത്തിൽ ആ ഡോക്ടറെ ഉപദ്രവിക്കാവുന്നതിൻ്റെ പരമാവധി ഉപദ്രവിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ ഡോക്ടർ സത്യസന്ധനും ധർമ്മിഷ്ഠനുമായതിനാൽ കഷ്ടപ്പെട്ട് പഠിച്ച് ബിരുദം നേടി, ഉന്നത ബിരുദങ്ങൾ നേടി രോഗികൾക്ക് ചികിത്സ, പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യ ചികിത്സ നൽകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് ആ ഡോക്ടർ പിടിച്ചു നിന്നു. ഞാൻ ഇപ്പോൾ അതൊന്നുമല്ല പറയുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു യുവതി മരണത്തിന് കീഴടങ്ങി. സ്വാഭാവികമാണ്, ആൾക്കാർ രോഗം വന്നാൽ മരിക്കും, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഈ ചെറുപ്പക്കാരിയായ വീട്ടമ്മ മരണത്തിന് കീഴടങ്ങിയത് എങ്ങനെ എന്നറിയുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത്. ഏതാനും ദിവസങ്ങൾ മുമ്പ്, അതായത് കഴിഞ്ഞ മാസം 22-ാം തീയതി അവർ പരിപൂർണ ഗർഭിണിയായിരുന്നു. പ്രസവത്തിനായിട്ട് SITയിൽ പ്രവേശിപ്പിച്ചു. പ്രസവത്തിന് ശേഷം 25-ാം തീയതി അവർ ഡിസ്ചാർജ് വാങ്ങിച്ചു വീട്ടിൽ പോയി. ഒരു ദിവസം കഴിഞ്ഞ് കടുത്ത പനിയെ തുടർന്ന് വീണ്ടും അവർ മെഡിക്കൽ കോളേജിൽ SITയിലേക്ക് എത്തുന്നു. പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർമാർ ഇൻഫെക്ഷൻ ഉണ്ട്, അണുബാധയുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഈ യുവതിയെ മെഡിക്കൽ കോളേജിലെ IC യൂണിറ്റിലേക്ക് മാറ്റുന്നു. ഒരു ദിവസം കൂടി കഴിഞ്ഞപ്പോൾ അവരുടെ നില ഗുരുതരമായതിനെ തുടർന്ന് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുന്നു. കരിക്കകം സ്വദേശിനി ശിവപ്രിയയ്ക്കാണ് ഈ ദാരുണമായ ദുരന്തം നേരിടേണ്ടി വന്നത്. കേവലം ഒരു ദിവസം മാത്രമാണ് ഈ യുവതി തൻ്റെ അവർ ജന്മം കൊടുത്ത നവജാത ശിശുവിനൊപ്പം കഴിച്ചത്. ഈ കുട്ടിക്ക്, അതായത് ഇത് ഇളയ കുട്ടിയാണ്, അതിനു മുമ്പ് മൂത്ത കുട്ടിയുണ്ട്, അതിന് 2.5 വയസ്സാണ് പ്രായം. ഈ ശിവപ്രിയയുടെ ഭർത്താവ് മനു അതീവ ദുഃഖത്തോടുകൂടി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത അവസ്ഥയിൽ തുടരുകയാണ്. ബന്ധുക്കളും നാട്ടുകാരും നവജാത ശിശുവിനെയും എടുത്ത് ഈ യുവതിയുടെ മൃതദേഹം അവിടുന്ന് ഏറ്റുവാങ്ങില്ല എന്ന് പറഞ്ഞു മെഡിക്കൽ കോളേജിന് മുന്നിൽ സത്യാഗ്രഹം ഇരിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഒടുവിൽ RDOയുടെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് തയ്യാറാക്കി പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം ഏറ്റുവാങ്ങാം എന്ന ഒരു കണ്ടീഷനിൽ അവർ പിരിഞ്ഞുപോയി. ഇതാണ് കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിൽ നടന്നത്. ഇവരുടെ മരണത്തിൻ്റെ കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ അറിയുള്ളൂ. ബന്ധുക്കൾ പറയുന്നത് ചികിത്സാ പിഴവെന്നാണ്. അതായത് പ്രസവത്തിന് ശേഷം സ്റ്റിച്ചിട്ടിരുന്നു. ഈ സ്റ്റിച്ചിലുണ്ടായ അണുബാധയാണ് ശിവപ്രിയയുടെ മരണകാരണമെന്ന് ശിവപ്രിയയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നു. ഈ അണുബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് ലാബ് പരിശോധനയിൽ ബ്ലഡ് പരിശോധിച്ചപ്പോൾ, രക്തം പരിശോധിച്ചപ്പോൾ അണുബാധയ്ക്ക് സ്ഥിരീകരണം ലഭിച്ചു. അതിനുള്ള ചികിത്സയും അവർ ആരംഭിച്ചു. പക്ഷേ ഡോക്ടർമാരുടെ കയ്യിൽ നിന്നില്ല. വഷളായി, അനുദിനം വഷളായി. കഴിഞ്ഞ ദിവസം ഈ യുവതി മരണത്തിന് കീഴടങ്ങി. ഇവിടെ ഒരു ചോദ്യം, എങ്ങനെ ഈ അണുബാധ ഉണ്ടായി എന്നാണ്. നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് തന്നെ ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് വളരെ നല്ല അഭിപ്രായം പറയാൻ ഒരുപാട് സംഭവങ്ങളുണ്ട്. വളരെ ക്രിട്ടിക്കലായിട്ട് അതീവ ഗുരുതരാവസ്ഥയിൽ അവിടെ എത്തിച്ച രോഗികളെ ചികിത്സിച്ച് രക്ഷപ്പെടുത്തിയ അനേകം സംഭവങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുണ്ട്. അങ്ങനെ പേര് കേട്ട ഒരു മെഡിക്കൽ കോളേജിന് ഡോക്ടർ പൈ പോലെയുള്ള ദൈവത്തിൻ്റെ പ്രതിരൂപമാണ് ഈ ഡോക്ടർ എന്ന് രോഗികളും ജനങ്ങളും വിശ്വസിച്ചിരുന്ന ഒരു ഡോക്ടർ സേവനമനുഷ്ഠിച്ചിരുന്ന, അതുപോലെയുള്ള 100 കണക്കിന് ഡോക്ടർമാർ സേവനമനുഷ്ഠിച്ചിരുന്ന ഒരു സ്ഥാപനമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ആ മെഡിക്കൽ കോളേജിനാണ് ഇന്ന് ഈ ദുരവസ്ഥ വന്നു ചേർന്നിരിക്കുന്നത്. നമ്മുടെ ആരോഗ്യമന്ത്രി പറയുന്നത് എന്തുണ്ടായാലും അന്വേഷിക്കട്ടെ. നമ്മൾ കണ്ടതാണ് നിയമസഭയിൽ
ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് പേര് വയ്ക്കണം എന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് സാധ്യമല്ല എന്ന് മറുപടി കൊടുത്ത മന്ത്രിയാണ്. ആ മന്ത്രിക്ക് ഇവിടെ ജനങ്ങളുടെ ജീവനും അവരുടെ ഈ രോഗാവസ്ഥയ്ക്കുമൊക്കെ പരിഹാരം കണ്ടെത്തി അവരുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടുന്ന നടപടികൾ എടുക്കാൻ കഴിയുന്നില്ല. കഴിഞ്ഞ ദിവസം ക്യാബിനറ്റിൽ ആരോഗ്യമന്ത്രിയും ധനമന്ത്രിയും പരസ്പരം ഏറ്റുമുട്ടി എന്ന വാർത്തയാണ് പുറത്തു വന്നത്. ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം അത് റിപ്പോർട്ട് ചെയ്തു. കാരണം പണമില്ല. ഈ ശസ്ത്രക്രിയാ ഉപകരണങ്ങളാകട്ടെ, ആവശ്യത്തിന് മരുന്നാകട്ടെ, ഇതൊക്കെ മെഡിക്കൽ കോളേജിൽ വാങ്ങി വയ്ക്കാനുള്ള പണം അനുവദിക്കുന്നില്ല എന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. അങ്ങനെ പറയുന്ന ആരോഗ്യമന്ത്രി എന്തുകൊണ്ട് രാജിവെച്ച് പ്രതിഷേധിക്കുന്നില്ല എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. വെറുതെ ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ ധനമന്ത്രിയുമായിട്ട് ക്യാബിനറ്റിൽ ഏറ്റുമുട്ടി പുറത്തിറങ്ങി ധനമന്ത്രിക്കെതിരെ ബൈറ്റ് കൊടുത്തു, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കേന്ദ്ര സർക്കാരിനെ ചീത്ത വിളിച്ചു, ഇതൊക്കെയാണോ ആരോഗ്യമന്ത്രി ചെയ്യേണ്ടത്? അതോ ആരോഗ്യമന്ത്രി ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടുന്ന ആരോഗ്യ വകുപ്പിന് ഉണ്ടാക്കി കൊടുക്കേണ്ട ആളാണോ? ഇവിടെ വെറുതെ വായ്ത്താരി ഇട്ടിട്ട് കാര്യമൊന്നുമില്ല. നിയമസഭയിൽ ഘോരഘോരം പ്രസംഗിക്കുന്നത് കേൾക്കാം. കേന്ദ്ര സർക്കാരിനെ വരച്ച വരയിൽ നിർത്തും, പാഠം പഠിപ്പിക്കും എന്നൊക്കെയാണ് ആരോഗ്യമന്ത്രി പ്രസംഗിച്ചത്. ആ ആരോഗ്യമന്ത്രിയുടെ ഏറ്റവും ദയനീയമായ അവസ്ഥയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ മര്യാദയ്ക്ക് ഈ വകുപ്പ് ഭരിക്കൂ, അല്ലെങ്കിൽ രാജിവെച്ച് ഇറങ്ങിപ്പോകൂ എന്നാണ് ഈ മന്ത്രിയോട് ജനങ്ങളിപ്പോൾ പറയുന്നത്. കാരണം ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ചാണെങ്കിൽ മെഡിക്കൽ കോളേജിൽ കാലൻ പൂണ്ട് വിളയാടുകയാണ്. മരിക്കണോ? നിങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചെന്ന് കയറൂ, പെട്ടെന്ന് മരിക്കാം, ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. ആത്മഹത്യ ചെയ്യാൻ ആർക്കെങ്കിലും ഗതികെട്ട് നിൽക്കുകയാണെങ്കിൽ ആത്മഹത്യ കുറ്റകരമാണ്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. അത് അവനവനോട് തന്നെ ചെയ്യുന്ന ഏറ്റവും നീചമായ കൃത്യമാണ്. ഒരു കാരണവശാലും ആത്മഹത്യ പാടുള്ളതല്ല. പക്ഷേ ജനം ഇന്ന് പറയുന്നത് അങ്ങനെ ഗതികെട്ട് ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് പോയാൽ മതി. കാരണം അത്ര ഗതികേടിലാണ് മെഡിക്കൽ കോളേജ്. അവിടെ മരുന്നില്ല, ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ല, ആവശ്യത്തിന് ഡോക്ടർമാരില്ല, പാരാമെഡിക്കൽ സ്റ്റാഫുകളില്ല, ലാബുകൾ വേണ്ട വിധത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല എന്നുപോലും പരാതി ഉയരുന്നു. എന്തായാലും ഇത് ആരോഗ്യവകുപ്പിൻ്റെ കുത്തഴിഞ്ഞ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്, ചൂണ്ടിക്കാട്ടുന്നത്. കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതാര് വരുത്തി വെച്ചതാണ്? ജനങ്ങൾ വരുത്തി വെച്ചതാണോ? അതോ ഈ പിടിപ്പുകിട്ട സർക്കാർ വരുത്തി വെച്ചതാണോ? ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഒക്കെ ബാധ്യസ്ഥരാണ്. ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. നിങ്ങളെ ഭരിക്കാനാണ് ഏൽപ്പിച്ചത്, അല്ലാതെ അവിടെ നിങ്ങൾക്ക് സുഖിക്കാനോ നിങ്ങൾക്ക് ശബരിമലയിൽ തങ്കപ്പാളികൾ കടത്തിയതുപോലെയുള്ള സംഭവങ്ങൾക്ക് കൂട്ടുനിൽക്കാനൊന്നുമല്ല. ഇവിടുത്തെ ജനങ്ങളുടെ സ്വൈരജീവിതത്തിനും സമാധാനത്തിനും വേണ്ടി സദ്ഭരണം കാഴ്ചവെക്കാനാണ് നിങ്ങളെ ജയിപ്പിച്ചു വിട്ടത്, അല്ലാതെ കാണാൻ വേണ്ടിയിട്ടല്ല വിട്ടത്. ആ ജനങ്ങളാണ് ചോദിക്കുന്നത്. എന്താണ് ആരോഗ്യമന്ത്രിക്ക് പറയാനുള്ളത്? കോട്ടയത്ത് മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടം ഇടിഞ്ഞു വീണ് ചികിത്സയിലായിരുന്ന ഒരു വീട്ടമ്മ മരിച്ചു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ ചവറ സ്വദേശിയായ ഒരാൾ തനിക്ക് ചികിത്സ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ശബ്ദ സന്ദേശം മൊബൈലിലൂടെ സുഹൃത്തിനും ബന്ധുവിനും ഒക്കെ അയച്ചിട്ട് ആ ആളും മരണത്തിന് കീഴടങ്ങി. ഇങ്ങനെ ഇതൊക്കെ പറയുമ്പോൾ ആരോഗ്യമന്ത്രി പറയുന്നത് ഇത് വലിയ ഗൂഢാലോചന നടക്കുകയാണ്, ആരോഗ്യ വകുപ്പിനെ തകർക്കാൻ, തന്നെ തേജോവധം ചെയ്യാനൊക്കെ വലിയ ഗൂഢാലോചന നടക്കുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. സർക്കാർ പറയുന്നത് ആരോഗ്യ കേരളം നമ്പർ 1, ഇന്ത്യയിൽ ഇത്രയും ആരോഗ്യ മേഖലയിൽ ഇത്രയും പുരോഗമിച്ച, ഇത്രയും രോഗികൾക്ക് ഏറ്റവും മികച്ച ചികിത്സ നൽകുന്ന ഒരു സംസ്ഥാനം വേറെ ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ആ നമ്പർ 1 കേരളത്തിലാണ് ഒരു യുവതി പ്രസവത്തെ തുടർന്നുണ്ടായ അണുബാധ ഏറ്റ് അതിദാരുണമായിട്ട് തൻ്റെ കുഞ്ഞിന് ഒരു ദിവസം മാത്രം 24 മണിക്കൂർ മാത്രം അമ്മയുടെ പരിലാളനയേറ്റ ഒരു കുഞ്ഞിൻ്റെ ശാപം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. അങ്ങനെ ഒരു അമ്മക്ക് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നിരിക്കുന്നു. ഇത് ആരുടെ കുറ്റമാണ്? ആരാണ് ഇതിന് ഉത്തരവാദി? നമ്പർ 1 കേരളം എന്ന് നമ്മൾ വീരവാദം പറയുമ്പോൾ, ഗീർവാണം അടിക്കുമ്പോൾ ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ ജനങ്ങൾ ജീവന് വേണ്ടി
രോഗികളായവർ സർക്കാർ ആശുപത്രികളിൽ ചികിത്സയ്ക്കെത്തി ജീവന് വേണ്ടി പിടയുന്ന ഒരു സാഹചര്യമാണെന്നുള്ളത് എന്ന് ജനങ്ങൾ പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. എന്തായാലും ആരോഗ്യമന്ത്രിക്ക് കൈ കഴുകി ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. പണമില്ല, സമയത്തിന് ഫണ്ട് ലഭിക്കുന്നില്ല എന്നൊക്കെയുള്ള മുട്ടാപ്പോക്ക് ന്യായം ഇവിടെ വിലപ്പോകില്ല. ആരോഗ്യമേഖലയെ ഭരിക്കാൻ ഏൽപ്പിച്ചാൽ ആരോഗ്യമേഖല നന്നായിട്ട് ഭരിക്കണം. നേരത്തെയും ഇവിടെ മന്ത്രിമാരുണ്ടായിരുന്നു. ഇതേ ഇടതു ഭരണത്തിൽ തന്നെ ആരോഗ്യമന്ത്രിമാർ നിരവധി പേർ ഇവിടെ ഉണ്ടായിരുന്നു. അന്നൊന്നുമില്ലാത്ത ആക്ഷേപങ്ങളും ആരോപണങ്ങളും പരാതികളും ഒക്കെയാണ് ഇന്ന് ആരോഗ്യമേഖലയെക്കുറിച്ച്, നമ്മുടെ മെഡിക്കൽ കോളേജുകളെക്കുറിച്ച്, സർക്കാർ ആശുപത്രികളെക്കുറിച്ച് ഇന്ന് ജനങ്ങൾക്ക് പറയാനുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. 50% വരുന്ന ഏതാണ്ട് മഹാഭൂരിപക്ഷം സാധാരണക്കാർ ആശ്രയിക്കുന്ന ചികിത്സാ കേന്ദ്രങ്ങളാണ് മെഡിക്കൽ കോളേജ്. മുഖ്യമന്ത്രി തന്നെ വലിയ വായിൽ പറഞ്ഞു, വലിയ പണക്കാർ പോലും മെഡിക്കൽ കോളേജിൽ വന്ന് ചികിത്സിക്കുന്നു, സ്വകാര്യ ആശുപത്രികൾ ഒഴിവാക്കുന്നു. അതാണ് വേണ്ടത്. അങ്ങനെയുള്ള ആ മെഡിക്കൽ കോളേജിലാണ് ഈ ദാരുണമായ സംഭവങ്ങൾ ഇപ്പോൾ തുടരെ നടക്കുന്നത്. ഇത് എന്ത് ചോദിച്ചാലും മുഖ്യമന്ത്രി പറയുന്ന മറുപടി ഒറ്റപ്പെട്ട സംഭവം എന്നാണ്. ഇങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ അനേകമായി, നൂറുകണക്കിന് സംഭവങ്ങളായി ഒറ്റപ്പെട്ട സംഭവങ്ങൾ. എന്നിട്ടും മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും മാത്രം കാര്യം മനസ്സിലാകുന്നില്ല. ദയവായിട്ട് ജനങ്ങളെ, രോഗികളെ ഇനിയും കൊലയ്ക്ക് കൊടുക്കരുത് എന്നൊരപേക്ഷ മാത്രമേ ജനങ്ങൾക്ക് ഈ സർക്കാരിൻ്റെ മുന്നിൽ വയ്ക്കാനുള്ളൂ.